10 വർഷം ഗൾഫിൽ കിടന്നപ്പോൾ അവിടുത്തെ മരുഭൂമിയായി തന്നെയായിരുന്നു അവിടെ ജീവിതവും. അപ്പോൾ പിന്നെ ഒരു പച്ചപ്പും ഉണ്ടായിരുന്നില്ല. ആ മരുഭൂമിയിലെ മണലാരണ്യമായിരുന്നു ഞങ്ങളുടെ ജീവിതം തുടർന്നിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ 2018 നാട്ടിൽ വന്നിട്ട് അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നിർത്തിപ്പോകും, എനിക്ക് അടുത്തൊരു കുട്ടി വേണം. കുട്ടികളെ നമുക്ക് അത്രമാത്രം അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ 3ാമത്തെ കുട്ടീനെ ജന്മം നൽകാം എന്ന ഉദ്ദേശത്തോടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ മാസം നോക്കിയപ്പോൾ ഇവിടെ പ്രളയമായി. അപ്പം നമ്മൾ അതുവരെ സമ്പാദിച്ചത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ആ പ്രളയത്തിന് ആകെ വീട്ടിൽ നിന്ന് ഒരു മൊബൈലും പിള്ളേരെയും പിടിച്ച് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ വീട് മുഴുവൻ മൊത്തം മുങ്ങി കിടന്നിട്ട് എല്ലാം നശിച്ചു വരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് 3ാമത്തെ കുട്ടി വന്നു. അപ്പോഴേക്കും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവാനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടി വരുന്നതോറും ഞങ്ങളുടെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. ഞങ്ങൾക്ക് പണ്ട് ദാരിദ്ര്യം മാറി. പിന്നെ ഞങ്ങൾ ഒരിത്തിരി കൂടി മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. 4ാമത്തെ കുട്ടിയായപ്പോഴേക്കും ഞങ്ങൾക്ക് കുഴപ്പമില്ല, മക്കളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്. അപ്പം ദൈവം മക്കളിലൂടെ ഞങ്ങളെയാണ് അനുഗ്രഹിച്ചത്. ആ ദൈവാനുഗ്രഹം ഞങ്ങൾ ശരിക്കും അനുഭവിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ മക്കളെ ഉണ്ടായവർ നമുക്ക് ഒരു ദൈവം സഹായിച്ച് ആർഭാടല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തരുന്നതാണ്. കാരണം വെച്ചാൽ 2ാമത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ടൈറ്റും ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയേ. അപ്പോൾ ഞങ്ങൾ സ്വയമായിട്ട് കുഞ്ഞുങ്ങൾ ഇപ്പം ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് നിന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് കൂട്ടുന്നു. കാരണം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, ദൈവം വേണ്ടാന്ന് വെക്കില്ലല്ലോ. അപ്പം ആ സമയത്ത് എപ്പോഴോ ഞങ്ങൾ ചിന്തിച്ചു ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വൈകി പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വേണം എന്ന് കരുതിയിട്ട് കുഞ്ഞുങ്ങളെ വേണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനനുസരിച്ച് നിന്നപ്പോൾ ദൈവം തന്നെ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങൾ ട്രൈ ചെയ്തു, ദൈവം അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പോയി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് 3ാമത്തവനെ കിട്ടി. 1.25 വയസ്സായപ്പോൾ 4ാമത്തേരെ കിട്ടി. അപ്പോൾ ദൈവം തരേണ്ട സമയത്താണ് തന്നത്. അപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ ദൈവം തന്നെ തരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് അത് നടക്കില്ല, ദൈവം തന്നിരിക്കും. ദൈവത്തിന് തോന്നുന്ന സമയത്ത് നമുക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കുടുംബ പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥന എത്തിക്കാണ്ട് ഞങ്ങൾ കിടക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പുറമെ പോയാൽ തന്നെ എന്തെങ്കിലും യാത്രകൾ, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നേരം വൈകും. 10 മണിക്ക് ശേഷമാണ് എത്താന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോണ വഴിയിൽ ഒരുമിച്ച് കാറിൽ അതിനുള്ള പുസ്തകമൊക്കെ ഉണ്ട്, ഞങ്ങൾ കാറിൽ ഒരുമിച്ച് പ്രാർത്ഥന എത്തിക്കും. അല്ലെങ്കിൽ ഇനി വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയമാണെങ്കിലും ഒരുമിച്ചിരുന്ന ആ ഒരു കുറച്ച് നേരമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസ പ്രമാണം 5 പേർക്കും സ്വർഗസ്ഥനായി എത്തിക്കാവുന്ന രീതിയിൽ അത് എത്തിച്ചിട്ടേ കിടക്കാറുള്ളൂ. നമ്മൾ അത്ര ഇതൊന്നുമില്ല, പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും നമ്മോട് ചേർത്ത് നിർത്തി മക്കളെ കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. കാരണം നാളെ ഞാൻ അവരോട് പറയുന്നുണ്ട്, മക്കളെ ഭൗതികമായിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ നാളെ വലിയ റാങ്കുകളോ അല്ലെങ്കിൽ ഫുൾ A+കളോ ഒന്നല്ല നമ്മളെ സഹായിക്കുന്നത്, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നാളെ മുന്നോട്ടൊരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു ഒറ്റ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമുക്ക് ദൈവാനുഗ്രഹം മാത്രം മതി. നമുക്ക് നാളെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും ദൈവം ചിന്തിക്കുന്നത്. പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ എന്നൊന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയും. വേറെ എന്തും നമുക്ക് നേടാം, പക്ഷെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ, എനിക്ക് തോന്നുന്നു അത് വെറും അതൊരു നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാണ്ടാവും. അപ്പം ദൈവത്തിന് നമ്മൾ മനസ്സിലായാലും പ്രാർത്ഥിക്കുമ്പോൾ മക്കളോട് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ദൈവത്തോട് പറയണം. നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് കൊന്തയെത്തിക്കുകയല്ല, നിങ്ങൾ മനസ്സിലെപ്പോഴും ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനോടുള്ള ഇഷ്ടം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരുന്ന ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിട്ടില്ല. കാരണം അത് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. എനിക്ക് എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ മക്കളോട് പകർന്നു കൊടുക്കുന്നത്.
മൊബൈൽ ഫോൺ ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് വർക്ക് ചെയ്യുന്നത് മൊബൈൽ വഴിയാണ് നമുക്ക് വർക്കൊക്കെ വരുന്നതും. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ മക്കൾക്ക് നമ്മൾ മൊബൈലൊന്നും കൊടുത്തിട്ടില്ല. മക്കളെ നമ്മൾ മൊബൈലിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവർ ഒരു ഇന്നത്തെ ടെക്നോളജിനെ നമുക്ക് അവർ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിൽ വളരണ്ട ചെറിയൊരു സമയം വെച്ച് നമ്മൾ അവർക്ക് മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് അവർക്ക് ഒരിക്കലും കൊടുക്കുന്നില്ല. ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം എന്തുണ്ടായാലും 6 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. ഇപ്പൊ കൊച്ചു തൊട്ട് വലിയൊരു വരെ ഇപ്പൊ കൊച്ചിന് ഉപയോഗിക്കുന്നതായാലും മൂത്തവന് ഉപയോഗിക്കുന്നതായാലും ഒക്കെ ഒരുമിച്ച് അല്ലാണ്ട് പേഴ്സണലായിട്ട് വിട്ടു കൊടുക്കാറില്ല. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബം അല്ല, ഭാര്യയും ഭർത്താവുമാണ്. അപ്പൊ ഈ 4 മക്കളെ മാനേജ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും പിള്ളേർക്ക്. പക്ഷെ അത് എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സ്പേസിലാണ്, അല്ലാണ്ട് പേഴ്സണലായിട്ട് അവർക്ക് മൊബൈൽ ഒരിക്കലും കൊടുക്കുന്നില്ല. അപ്പം ഹാളിലിരുന്ന് അവർ മൊബൈൽ കുറച്ച് അവർ എന്തെങ്കിലും റീൽസ് എന്ന് പറയാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നമ്മൾ എതിർപ്പൊന്നും പറയാറില്ല. മക്കള് 4 പേര് ഒരുമിച്ചിരിക്കുമ്പോ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒറ്റയ്ക്ക് ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ, കുട്ടികൾ കുറച്ചു നേരം മൊബൈലിലൊക്കെ ഇരിക്കും. അത് നമുക്ക് അത്രമാത്രം നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എത്ര നമ്മൾ ഫോഴ്സ് ചെയ്താൽ അത് കിട്ടാൻ അവർ പിന്നെയും അത് കൂടുതൽ ഇത് ചെയ്യും. കുറച്ചൊക്കെ നമ്മൾ അനുവദിച്ച് കൊടുക്കും. ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പോണ ആൾക്കാരാണ്. വേളാങ്കണ്ണിയിൽ പോകും മാത്രമല്ല, കൊച്ചുങ്ങളടക്കം ഇപ്പൊ കൊച്ചുണ്ടായപ്പനും ഇളയത് ഉണ്ടായപ്പനും എല്ലാ വർഷത്തും പോവാൻ 2-3 പ്രാവശ്യം വർഷത്തിൽ മുടങ്ങിയിട്ടുള്ളൂ. വേളാങ്കണ്ണിയിൽ മുട്ടുത്തേഴിയും പിന്നെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പൊ മലയാറ്റൂരാണെങ്കിൽ എല്ലാ വർഷവും മലയാറ്റൂര് മക്കളെയും കൊണ്ട് മക്കള് ജനിച്ചപ്പോ തൊട്ട് എടുത്ത് ഞങ്ങൾ മലയാറ്റൂര് കയറും. മക്കളെ കൊണ്ട് ഞാൻ എല്ലായിടത്തേക്കും പോകാറുണ്ട്. ഇപ്പൊ അതിരപ്പള്ളിയെ കൊണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട്, അല്ലെങ്കിൽ ഇനി പുറത്ത് എന്തെങ്കിലും ഔട്ട് കൈക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ ഈ മക്കളെ കൊണ്ട് പുറത്തേക്ക് വൈഫുമായിട്ട് എല്ലാ സ്ഥലത്തും മക്കളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പിന്നെ 3ാമത്തെ കുട്ടിയായപ്പോൾ ദൈവം തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ശേഷി തരെയും. നമുക്ക് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ കുട്ടികളായിട്ട് പോകുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് മക്കൾ വന്നപ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം കൂടുതൽ വന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇനി യാത്ര പോകുമ്പോൾ ചിലരിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ മക്കൾ പോകുമ്പോൾ ആരെങ്കിലും കളിയാക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അഭിമാനമാണ് ഈ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങുക. ഞാൻ തല ഉയർത്തി പിടിച്ച് തന്നെ നടക്കുന്നത്.